ഏവരെയും ഒരിക്കൽ കൂടെ ചാനൽ ആംബസിലേക്ക് സ്വാഗതം. ഇന്ന് ഷോവനിസം എന്ന പദം ലോകപ്രസിദ്ധമാണ്. എന്നാൽ ഈ പദത്തിൻ്റെ അർത്ഥമാണോ, എന്താ, വ്യക്തിയാണോ എന്നൊന്നും പലർക്കും അറിയില്ല. ലോകപ്രസിദ്ധനായ ഫ്രഞ്ച് ചക്രവർത്തി, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രമായ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ സൈനികരിൽ ഒരാളുടെ പേരാണ് ഷോവൻ. നിക്കോളാസ് ഷോവിൻ എന്ന ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നും ലോകത്ത് പ്രസിദ്ധമായി തീർന്ന ഒരു വിശേഷണമാണ് ഷോവനിസം. ഷോവനിസം ഒരു വ്യക്തിയുടെ പേരിൽ നിന്നാണെങ്കിലും അതിന് വിശദീകരണം വേറെയാണ്. അതായത് ഈ പദം ലോകത്തിൽ വ്യാപിച്ച് സ്വന്തം വർഗത്തിലോ സംഘത്തിലോ അല്ലെങ്കിൽ രാജ്യത്തിലോ, ഉദാഹരണമായി പറഞ്ഞാൽ തൻ്റെ രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 എന്നും തൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഭരണാധികാരി ചക്രവർത്തിയാണ് ഏറ്റവും മിടുക്കനെന്നും ശക്തനെന്നും താൻ ഉൾക്കൊള്ളുന്ന മതമാണ് ഏറ്റവും നല്ലത്, മറ്റൊന്നും ശരിയല്ലെന്ന് വർഗീയപരമായി ചിന്തിക്കുന്ന അമിതമായ വിദേശ വിരോധങ്ങളും അല്ലെങ്കിൽ അമിതമായ ദേശസ്നേഹത്തെ സ്ഫുരിക്കുന്ന ഏത് വ്യക്തികളെയും ആധുനിക ലോകത്ത് വിശേഷിപ്പിക്കുന്നതാണ് ഷോവനിസ്റ്റ്. ഇത് ഇന്നെല്ലാ രാജ്യങ്ങളിലുണ്ട്. വർത്തമാനകാലത്തെ ഇന്ത്യയും അതുതന്നെയാണ്. തങ്ങൾ അതിപുരാതനമാണെന്നും മറ്റു വിദേശ രാജ്യങ്ങളിലെ പുരോഗതി എല്ലാം ടെക്നോളജിയും ഒക്കെ ഇന്ത്യയിലാണെന്നും ഞങ്ങളുടെ സംസ്കാരങ്ങളിൽ നിന്നാണ് റോക്കറ്റും അത് ആദ്യം ചന്ദ്രനിലെത്തിയതും ഇതൊക്കെ ഞങ്ങളുടേതാണെന്നും ഞങ്ങളുടെ ടെക്നോളജി ഓട്ടിച്ചെന്നൊക്കെ പറയുമ്പോൾ മറ്റു രാജ്യക്കാർ ഓർക്കുന്ന അവരാണ്. അതുകൊണ്ടാണ് നമ്മളെ വിശേഷിപ്പിക്കുന്നത് മൗഢ്യമായൊരു വിശേഷണം. മാത്രമല്ല ഇതൊരു ഷോവനിസമാണ്. മറ്റുള്ളവരും മറ്റു രാജ്യക്കാരും മറ്റു ഭരണാധികാരികളും അശക്തരും ദുർബലരുമാണെന്നും ഞാൻ മാത്രം, ഞങ്ങൾ മാത്രം, ഞങ്ങളുടെ രാജ്യം മാത്രം, ഞങ്ങളുടെ മതം മാത്രം ശക്തമാണ്, പ്രബലമാണ് എന്ന് വിചാരിക്കുകയും അത് സംസാരത്തിൽ കൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഷോവനിസ്റ്റാണ്. ഇത് തെറ്റല്ലേ? അത് വ്യക്തിയായാലും സംഘടനയാണെങ്കിലും തെറ്റാണ്. ജനം തള്ളിക്കളയുമെന്ന് മറക്കരുത്. 1935 ക്ലിഫോർഡ് ഒഡാറ്റസ് എന്ന ഒരു വ്യക്തിയുടെ ഡ്രാമയിൽ ഉപയോഗിച്ചതാണ് ആദ്യമായി ഇത് പോപ്പുലറാകാൻ കാരണം. ഡ്രാമയിൽ തൻ്റെ ഒരു കഥാപാത്രം ഉപയോഗിക്കുന്നതാണ് ഈ പദം ഷോവനിസം. പിന്നീട് ഫീമെയിൽ ഷോവനിസം, മെയിൽ ഷോവനിസം എന്നിങ്ങനെയൊക്കെ വിശേഷണം വന്നുവെങ്കിലും ഇത് പേരിൻ്റെ ആശയം ഡ്രാമ വഴി പോപ്പുലറായെങ്കിലും ഓർക്കണം, നിക്കോളാസ് ഷോവിൻ ആരായിരുന്നു? നെപ്പോളിയൻ്റെ സൈനികരിൽ ഒരു സൈനികൻ മാത്രമായിരുന്നു. എപ്പം വായി തുറന്നാലും തങ്ങളുടെ രാജാവും തങ്ങളുടെ രാജ്യം. ഇത് തെറ്റല്ല, ഒന്നുമല്ല. എല്ലാ രാജ്യക്കാരും തങ്ങളുടെ രാജ്യം നന്നായിട്ട് അഭിമാനിക്കുന്നു. രാജ്യത്തിൻ്റെ ദേശസ്നേഹത്തിൽ സ്നേഹം ബഹുമാനമൊക്കെ വേണം. പക്ഷെ അമിതമായാൽ എല്ലാം തെറ്റാണ്. ദൈവത്തെ ഭയപ്പെടണം, അമിതമാകരുത്. ദേശത്തെ ഇഷ്ടപ്പെടണം, അമിതമാകരുത്. നന്മയും തിന്മയും എല്ലാ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ശരിയും തെറ്റും ഉണ്ടെങ്കിലും തെറ്റ് തങ്ങൾ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പാർട്ടി അത് തിന്മ ചെയ്താൽ അതിനെ ന്യായീകരിക്കും. ഇവിടുത്തെ ഇടതുപക്ഷവും BJP ഒക്കെ ചെയ്യുന്ന അങ്ങനെയാണ്. ഏകപക്ഷീയമായി അവർ അധർമ്മം പ്രവർത്തിച്ചാലും മോഷ്ടിച്ചാലും കള്ളത്തരം കാണിച്ചാലും കോടികൾ തട്ടിപ്പ് നടത്തിയാലും ഒന്നും തെറ്റല്ല, അത് ശരിയാണ്. അത് മുഴുവൻ രാജ്യസ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. ഈ രാജ്യത്തിൻ്റെ പുരോഗതി മുഴുവനും ഞങ്ങളുടെ പാർട്ടിയാണ് ചെയ്യുന്നത്. അത് ജനങ്ങളാണ് വിലയിരുത്തേണ്ടത്. അതുകൊണ്ടാണ് വോട്ടിടുന്നത്. നേരായ വഴി കൂടെ, പ്രോപ്പർ വഴി കൂടെ ഇലക്ഷൻ നടത്തിയാൽ ഏത് പാർട്ടിയാണ് നല്ലതെന്ന് ജനങ്ങൾ വിധി എഴുതും. അതുകൊണ്ട് എൻ്റെ കേൾവിക്കാരോട് പറയട്ടെ, അമിതമായ ദേശസ്നേഹവും ഭക്തിയും തെറ്റാണ്. അത് അധർമ്മത്തിലേക്കും പരാജയത്തിലേക്കും എത്തിക്കുമെന്നുള്ളതാണ് ഈ നിക്കോളാസ് ഷോവനിസ് എന്ന പദത്തിനുണ്ടായ ഷോവനിസ്റ്റുകൾ. ഒരു പുനർചിന്തനയ്ക്ക് നിങ്ങൾ വിധേയനാകാൻ ഞാൻ താഴ്മയും വിനയത്തോട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു.